നമസ്കാരം. യമൻ പൗരനായ പങ്കാളിയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയവളെന്നാണ് നിമിഷപ്രിയയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ജൂലൈ 16-ാം തീയതി നിമിഷപ്രിയയ്ക്ക് വിധിച്ച വധശിക്ഷ നടപ്പിലാക്കും. എന്നാൽ താൻ നേരിട്ട ക്രൂര പീഡനങ്ങൾ വെളിപ്പെടുത്തി സംഭവത്തിന്റെ യഥാർത്ഥ വശം വിവരിക്കുകയാണ് നിമിഷപ്രിയ. സനയിലെ ജയിലിൽ നിന്നും പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോടാണ് നിമിഷ മനസ്സ് തുറക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് മരണത്തിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് പോകാം. മനസ്സിൽ നിറയെ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തനിക്കായി ഒരു ശുഭവാർത്ത വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിമിഷപ്രിയ കഴിയുന്നത്. സനയിലെ ജയിലിൽ നിന്നും നിമിഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. കോട്ടയം കുറുവലങ്ങാട് നേഴ്സിംഗിന് പഠിച്ചതിന് ശേഷം 2008-ലാണ് താൻ നേഴ്സായിട്ട് യമനിൽ എത്തുന്നത്. എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ലഭിച്ചപ്പോൾ ഇവിടേക്ക് താൻ എത്തിയത്. 3 വർഷം ജോലി ചെയ്ത ശേഷം 2011-ൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു. 2012-ൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിൽ എത്തുന്നത്. അവിടെ അദ്ദേഹം വെൽഡറായിട്ട് ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാത്തതിനാൽ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായിട്ട് എത്തുമായിരുന്ന തലാൽ അബ്ദുൾ മെഹദി എന്ന യമൻ പൗരനുമായിട്ട് പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോടെ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതേ ക്ലിനിക്കിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത്. നല്ല പെരുമാറ്റവും മറ്റും ആയിരുന്നതിനാലും ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നത് അസാധാരണമല്ലാത്തതിനാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ താൻ തീരുമാനിച്ചു. അദ്ദേഹവും താല്പര്യം അറിയിച്ചതോടെ നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് മടങ്ങിയെത്താനായിരുന്നു തൻ്റെ തീരുമാനം. നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും തൻ്റെ ഒപ്പം കേരളം കാണാൻ വരുമെന്ന് പറഞ്ഞു. 1 മാസം അവധിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായാണ് കേരളത്തിൽ എത്തുന്നത്. തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ചെയ്തു. അതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു. അതിൽ നിന്ന് ഫോണിൽ ചില ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് അപാകതയൊന്നും തനിക്ക് തോന്നിയില്ല. തിരികെ അദ്ദേഹത്തോടൊപ്പം തന്നെ മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വരുന്നില്ല. പകരം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ നാട്ടിൽ നിന്നും സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് താൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ആദ്യം ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൻ്റെ ഉടമ വഴക്കിന് തന്നോട് വന്നു. അവർക്ക് വരുമാനം കുറഞ്ഞു എന്നതായിരുന്നു പരാതി. ഇതോടെ ആ പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു. കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ തന്നെ എന്താണ് അതിൽ എഴുതിയത് എന്നത് വ്യക്തമായിരുന്നില്ല. 33% ഓഹരി പഴയ ക്ലിനിക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി 67% തലാലിന്റെ പേരിൽ എഴുതി. അത് പിന്നീട് അറബി പഠിച്ച ശേഷമാണ് താൻ തിരിച്ചറിയുന്നത് എന്ന് നിമിഷ പറയുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നായിരുന്നു തലാലിന്റെ മറുപടി. ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം താൻ തിരിച്ചറിയുന്നത്. ലഹരിക്ക് അടിമയായ ഇദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് നിമിഷ തിരിച്ചറിയുന്നു. മോഷണത്തിന് മറ്റും പല പ്രാവശ്യവും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു. ഇതിനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ അതിനെ ചോദ്യം ചെയ്യുന്നത്. പിന്നെ ക്ലിനിക്ക് നടത്തിപ്പ് പ്രശ്നത്തിലായി. വഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിലൊക്കെ വെള്ളമൊഴിക്കുകയും തുപ്പുക തുടങ്ങി പല കാര്യങ്ങളും ഇദ്ദേഹം ചെയ്തു. പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിനാണ് ആ തർക്കം? രണ്ടുപേരും ഭാര്യയും ഭർത്താവുമല്ലേ? പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. നാട്ടിലെത്തിയപ്പോൾ തങ്ങൾ വിവാഹിതരായി എന്നായിരുന്നു അദ്ദേഹം എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് അങ്ങനെയല്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചെന്നും പറഞ്ഞു. ഏതായാലും പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ക്ലിനിക്കിന്റെ ലാഭം സ്വർണ്ണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു. എന്നാൽ പിന്നീട് ഇതും ഇദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു. ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു. ഇതോടെയാണ് സനയിൽ ലോക്കൽ പോലീസിനെ താൻ സമീപിച്ച പരാതി നൽകിയത്. വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം 16 ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി. ജയിലിൽ കിടന്ന മറ്റാരുടെയോ സഹായത്തോടെ അദ്ദേഹം വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞു. കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്തു വെച്ചതും കേരള യാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി. വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നായിരുന്നു കോടതി വിധി. ഇതിനിടെ തൻ്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 20 സിം കാർഡെങ്കിലും അതിനുവേണ്ടി താൻ എടുത്തുവെന്നും എല്ലാം ഇദ്ദേഹം ഒടിച്ചു നശിപ്പിക്കുകയായിരുന്നുവെന്നും പറയുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞെങ്കിലും അവരും അത് വിശ്വസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് പിന്നെ ജയിലിൽ നിന്നും നിമിഷ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങ് പോലെ നടത്തി. പിന്നെ കൂടെ താമസിക്കേണ്ടിയും വന്നു. അതിനിടെ പാസ്പോർട്ട് അയാൾ സ്വന്തമാക്കി. പിന്നീട് മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു. അതിന് പിന്നാലെ
പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോടൊപ്പവും ഇത്തരത്തിൽ കൂട്ടമായി ശരീരം പങ്കുവെക്കുന്നതിന് നിർബന്ധിച്ചു. അതിനിടെ അദ്ദേഹത്തിന്റെ ഉപദ്രവം ശക്തമായി കൊണ്ടിരുന്നു. പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യങ്ങൾ പോലും ഉണ്ടായി. പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് എന്ന് നിമിഷ പറയും. മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ അർദ്ധരാത്രിയിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അവരുടെ കൂട്ടാക്രമണത്തിന് അനുവദിച്ച് കൊടുത്തില്ല എന്നത് മാത്രമാണ് തൻ്റെ ആശ്വാസം. നീ എന്താണ് എൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങൾ എൻ്റെ ഭർത്താവ് അല്ലാത്തത് കൊണ്ടാണ് എന്നായിരുന്നു തൻ്റെ മറുപടി. നീ എൻ്റെ ഭാര്യയാണ്, പറയുന്നത് അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അയാളുടെ ഉപദ്രവം. ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട്. അത് വെച്ച് തൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചു. ഞരമ്പ് മുറിച്ച് ചോരയൊലിച്ചു. ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളിയിട്ടു. അവിടുന്ന് രക്ഷപ്പെട്ട ക്ലിനിക്കിലെത്തി സ്വന്തമായിട്ട് മരുന്ന് കുത്തിവെച്ച് സ്റ്റിച്ചിട്ടത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണ കരഞ്ഞപേക്ഷിച്ചു. തൻ്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്, അത് എടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേണമെന്നും കള്ളം പറഞ്ഞു നോക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. അതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. ഇതും നടക്കാതെ വന്നതോടെ നിരാശയിലായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സഹായിക്കാമെന്നേറ്റത്. ഇദ്ദേഹത്തെ അനസ്തീഷ്യ നൽകി ബോധം കെടുത്തിയാൽ വാഹനവുമായി വന്നുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിനെ സമ്മതിപ്പിച്ച് ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നായിരുന്നു അവരുടെ തീരുമാനം. ക്ലിനിക്കിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന തൻ്റെ സങ്കടം കാണാറുള്ള ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാമെന്ന് ഏറ്റു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷനാണ്, മരുന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇതൊരു അവസരമായിട്ടെടുത്താണ് മയങ്ങുന്നതിനുള്ള മരുന്ന് കുത്തിവെക്കുന്നത്. ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ കാര്യമായിട്ട് അത് ഏറ്റില്ല. ഇതോടെ കുറച്ചുകൂടി കൂടിയ മരുന്ന് കുത്തിവെച്ചു. ഈ സമയം ഇയാൾ ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീഴുകയായിരുന്നു. പിന്നീട് ബോധം കെട്ടുപോയി. പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി. ഇത് കണ്ട താൻ ഭയന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെയായിപ്പോയി. അപ്പോഴാണ് പിരിമുറുക്കം വന്നത്. ആ പിരിമുറുക്കം കുറയ്ക്കാനുള്ള 2 ഡോസ് മരുന്നെടുത്ത് കഴിച്ചു. ഇതോടെ അർദ്ധബോധാവസ്ഥയിലാവുകയും മാനസിക നിലയിലും പ്രശ്നമുണ്ടായി. താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചു. തനിക്ക് ബോധമില്ലാതിരുന്നതിനാൽ ഹനാനാണ് പിന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. സംഗതി അറിഞ്ഞതോടെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തുകയായിരുന്നു. സ്വന്തമായിട്ട് വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവർക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. 3 ദിവസം കഴിഞ്ഞാണ് തനിക്ക് ബോധം കിട്ടിയത് തന്നെ. ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും 1 മാസം അവിടെ ഒളിവിൽ താമസിക്കുന്നത്. ഈ സംഭവമെല്ലാം നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായി. ഓഗസ്റ്റിലാണ് താനും അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായതോടുകൂടി നാട്ടിൽ വാർത്തകൾ പ്രചരിക്കുകയും പരക്കുകയും ചെയ്തു. ജയിലിൽ ആയെങ്കിലും തനിക്ക് വേണ്ടി കേസ് നടത്താനോ വാദിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. യമൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കേട്ടത്. അവിടെ നിന്ന് വന്ന വാർത്തകളും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇതിനിടെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും തനിക്ക് ലഭിച്ചില്ല. ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുകയുണ്ടായി. അദ്ദേഹം ആകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല. ഇതിനിടെ ഹനാനെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. സഹായിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ്. കുറ്റക്കാരി എന്ന് കണ്ടെത്തി വധശിക്ഷയാണ് ഇപ്പോൾ തനിക്ക് വിധിച്ചിരിക്കുന്നത്. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ദിയ ബ്ലഡ് മണി നൽകിയാൽ ജീവൻ തിരികെ കിട്ടുമെന്ന് പറയുന്നു. 300 സ്ത്രീകളും 60 കുട്ടികളുമുള്ള ജയിലിലാണ് ഇപ്പോൾ താനുള്ളത്. തന്നെ സഹായിച്ചതിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യമൻകാരി ഹനാൻ ജയിലിലുണ്ട്. രാവും പകലും പ്രാർത്ഥനകളുമായിട്ടാണ് ഇപ്പോൾ താൻ കഴിയുന്നത്. ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാനായിട്ട് ഉത്തരവായിരിക്കുന്നു.